ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെ ലക്ഷ്യ പ്രകാശാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഫെബ്രുവരിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, ഫെബ്രുവരി എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര വലിയൊരു മാസവും കാര്യങ്ങളൊന്നും അല്ല. ആകെ 28 ദിവസവും കാര്യങ്ങളൊക്കെയുള്ള ഏറ്റവും ചെറിയൊരു മാസം. വർഷങ്ങളുടെ കണക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയൊരു മാസമാണ് ഈ പറഞ്ഞ ഫെബ്രുവരി എന്നുള്ളത്. പക്ഷേ അത് തരുന്ന സ്ട്രെസ്സ് എന്ന് പറയുന്നത് ബാക്കി ഏത് മാസത്തിനെക്കാട്ടിയും കൂടുതലാണ് എന്നുള്ളതാണ്. എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒന്നും അല്ല കേട്ടോ പറയണേ. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി വരുന്ന സ്ട്രെസ്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജാനുവരി എന്ന് പറയുന്ന സമയത്ത് 2026 പുതിയൊരു വർഷം, പുതിയൊരു ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ തുടങ്ങിയതായിരുന്നു ഈ 2026 എന്ന് പറയണത്. നിങ്ങൾ പലരും ഈ പറഞ്ഞ ന്യൂ ഇയർ റെസൊല്യൂഷൻസോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. ആൻഡ് പല റെസൊല്യൂഷൻസും 1-2 ആഴ്ചകളിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഫൈൻ, ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. നമ്മൾ ഇന്നെങ്കിലും കാണുന്നൊന്നും അല്ലല്ലോ. കഴിഞ്ഞ വർഷം ഇതേപോലെ റെസൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ എങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരിക്കലും ഇന്ന് നാളെ ശരിയാവും, അല്ലെങ്കിൽ മറ്റന്നാൾ ശരിയാവും, അടുത്ത മാസം ശരിയാവും, അടുത്ത വർഷം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോണില്ല. നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത് ഇപ്പോൾ തേക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുക. നാളത്തേക്ക് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവാൻ പോണില്ല. നമുക്കറിയാം ഈ ഒരു ഫെബ്രുവരിയിലേക്ക് വരികയാണ് കേട്ടോ. ഫെബ്രുവരിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ആകെ 28 ദിവസമേ ഉള്ളൂ. ആൻഡ് ഇപ്രാവശ്യത്തെ ഫെബ്രുവരി കുറച്ചും കൂടി സ്പെഷ്യലും കാര്യങ്ങളൊക്കെയാണല്ലേ. എന്താ പറയുക, എല്ലാം ഫുൾ വീക്കാണ്, 4 ആഴ്ചയേ ഉള്ളൂ. അതായത് ഫെബ്രുവരി 1 എന്ന് പറയുന്നത് ഞായറാഴ്ചയിൽ തുടങ്ങി 28 ശനിയാഴ്ചയിൽ അവസാനിക്കുന്ന 4 ഫുൾ വീക്സാണ് ഇപ്രാവശ്യത്തെ. എന്തോ 148 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഇങ്ങനെ എന്തോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇനി നമ്മളിപ്പോൾ 148 വർഷമൊന്നും വീണ്ടും ജീവിക്കാനായിട്ടൊന്നും പോകണില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അത്രയും ബ്ലെസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ഒരു ഫെബ്രുവരി നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു എപ്പിസോഡ് ആദ്യമേ തന്നെ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയാണ്. നമ്മൾ 2026 ഫെബ്രുവരി. നിങ്ങൾക്കറിയാം 28 ദിവസമേ ഉള്ളൂ വർഷം എന്നൊക്കെ പറയണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 28 ദിവസം ആയതുകൊണ്ടുള്ള ധൃതിയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എന്തായാലും നമുക്ക് ധൃതിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏത് മാസമായി കഴിഞ്ഞാലും. പക്ഷേ നമുക്ക് ഈ ഒരു ഫെബ്രുവരി എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഉള്ളിലൊരു ചിന്ത വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ സിംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ടാവും. ഈ വർഷം അല്ലെങ്കിൽ ഈ ഫെബ്രുവരിയിൽ ഈ വാലന്റൈൻസ് ഡേയിൽ എനിക്ക് എന്തെങ്കിലുമായിട്ടൊന്ന് സെറ്റാവണം എന്നുള്ളതൊക്കെ, റിലേഷൻഷിപ്പിലാവണം എന്നുള്ളതൊക്കെയുള്ള തോട്ടം കാര്യങ്ങളൊക്കെ പലർക്കും വരുന്നുണ്ടാവും. പ്രത്യേകിച്ച് 14th ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വെപ്രാളം, അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു ഭയങ്കര റഷാണ് നമുക്ക് എല്ലാവർക്കും. നമ്മളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും നോക്കുന്ന സമയത്ത്, ചുറ്റും കപ്പിൾസിനെയൊക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ചുറ്റും കപ്പിൾസിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റലിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചുറ്റും അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു തോട്ടം കാര്യങ്ങളൊക്കെ വരും. എനിക്ക് മാത്രമൊന്നും ഇല്ലല്ലോ എന്നുള്ളതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഫെബ്രുവരി 14th ആകുന്ന സമയത്ത് നമുക്ക് കുറേ ഗ്രീൻ സർക്കിളുകൾ വരാനുണ്ട്. അതാണ് ഏറ്റവും വലിയ നമ്മളെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്. ഒന്നാമത്, നമ്മൾ ഈ ഗ്രീൻ സർക്കിൾ തുറക്കുന്ന സമയത്ത് അവരവരുടെ പാർട്ട്ണറായിട്ടുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമുക്കൊരു തോട്ട് വരും. ഈ ഒരു സമയത്ത് ഇവനൊക്കെ പിടിച്ച് അടിക്കാനാണ് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഭയങ്കരമായിട്ട് പുച്ഛവും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈം കൂടെ ആയിരിക്കും ചിലപ്പോഴെങ്കിലും ഈ ഒരു ഫെബ്രുവരി 14th അല്ലെങ്കിൽ ഈ ഒരു വാലന്റൈൻസ് വീക്കിൻ്റെ ആ ഒരു ടൈം പീരീഡ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റെഡ് റോസ്, ടെഡി ബിയർ ഒന്നും ഇപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നല്ലേ. പിന്നെ ചോക്ലേറ്റിൽ ഡയറി മിൽക്ക്. എപ്പോഴും ഡയറി മിൽക്കുകാർക്കൊക്കെ ഫെബ്രുവരി ആകുന്ന സമയത്ത് ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര കച്ചവടവും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലൊരു തോട്ട് വരും, എൻ്റെ ലൈഫ് മാത്രം എന്താണ് ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത്. നമ്മുടെ ലൈഫ് ഒരു കളറില്ലല്ലോ, ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം പോലെ ആയിപ്പോയല്ലോ എന്നുള്ള ഫീലൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് വരുന്നുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ഈ ഒരു റഷിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓടണേ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ ലൈഫിലായി കഴിഞ്ഞാലും നമ്മുടെ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാലും നമ്മളുടെ ഈ ഒരു ഓട്ടം നമുക്കത് നല്ലതാണോ എന്നതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്കറിയാം ഫെബ്രുവരി 7th തൊട്ട് 14th വരെ ഓരോരോ ദിവസങ്ങളും കാര്യങ്ങളൊക്കെയാണ്.
റോസ് ഡേ, പ്രപ്പോസ് ഡേ, ചോക്ലേറ്റ് ഡേ, ഹഗ് ഡേ, പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു, ടെഡ്ഡി ഡേ, ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ദിവസങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലോ ഇതൊക്കെ കണ്ടുപിടിച്ചവരെ പിടിച്ച് തല്ലണം എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ പലപ്പോഴായിട്ട് പലരും കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള പലരും പറയുന്നത് കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ബോയ്സിൻ്റെ കേസിലാണ് കേട്ടോ. അതായത് ഇവന്മാർ കുറേ കഷ്ടപ്പെട്ട് എന്തെങ്കിലും സേവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന പൈസയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ഒരു ഫെബ്രുവരി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫെബ്രുവരി ആ ഒരു വാലന്റൈൻസ് വീക്ക് 7th തൊട്ട് 14th വരെയുള്ള ആ ഒരു 7 ദിവസം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, അല്ലെങ്കിൽ വേറൊരു കൈൻഡ് ഓഫ് പീപ്പിളാണ് ഈ ഫെബ്രുവരി ആവുന്ന സമയത്ത് ഈ പറഞ്ഞ ഡേറ്റിംഗ് ആപ്പിലൊക്കെ കയറിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് സെറ്റാവണം എന്നുള്ള രീതിയിലൊക്കെ. ഫെബ്രുവരി അല്ലേ എല്ലാവരും അവരുടെ പാർട്ട്ണറിനെ കുറിച്ചിട്ടൊക്കെ സ്റ്റേറ്റസ് ഇടുന്നു, കാര്യങ്ങളൊക്കെ ഇടുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്കും കാണിക്കാനായിട്ട് ഒന്ന് ഷോ ചെയ്യാനായിട്ട് ആരെങ്കിലൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല റിലേഷൻഷിപ്പിലാവുന്ന ചില ആളുകളും കൂടി ഉണ്ട് എന്നുള്ളത് ഈ ഒരു സമയത്ത് പ്രത്യേകം ഞാനങ്ങനെ ഓർക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഓക്കെ റോസാപ്പൂവിനൊക്കെ പൈസ കൂടുന്നുണ്ടാവും, ചോക്ലേറ്റിനൊക്കെ ഡിമാൻഡൊക്കെ കൂടുന്നുണ്ടാവും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പ് കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊന്നിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ റിയൽ ലവ് എന്ന് പറയുന്ന സാധനം അതെല്ലാവരും മറന്നു പോവല്ലേ എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ചോദിക്കേണ്ടാവും, പക്ഷേ നീ ഇപ്പോഴും ഈ 2026 ഈ പറഞ്ഞ റിയൽ ലവ് അല്ലെങ്കിൽ ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ കണക്കുകളും കഥകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കുണ്ടാവുമോ എന്നുള്ളതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യവും ഒരു നല്ല ചോദ്യം തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഉത്തരവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയണത്, നമ്മളുടെ ആ ഒരു പഴയ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഇല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ആ ഒരു അറിവുകളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ച ആ ഒരു ഉള്ളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ നമ്മളറിഞ്ഞ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, പഴയ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ കുറേ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ കുറേ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ കൂടി അവരൊന്ന് കാണുന്നത്, അല്ലെങ്കിൽ അവരെ നോട്ടം, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കര ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇന്ന് നമ്മൾക്ക് ഈ പറഞ്ഞ സോഫിസ്റ്റിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് ഡിജിറ്റലി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തല്ലോ നമ്മൾ. എല്ലാവരുടെയും ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ DM-ലും സ്നാപ്ചാറ്റിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇൻസ്റ്റൻ്റായിട്ട് ആളെ കിട്ടുകയാണ് എന്നുള്ളതാണ്. ആ ഒരു പഴയ ഒരു വാല്യൂ, അല്ലെങ്കിൽ പഴയ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറയണുണ്ടോ, അല്ലെങ്കിൽ പലപ്പോഴും ഇത് ഭയങ്കര റഷായി പോകുന്നു, അല്ലെങ്കിൽ പലരും അതിൻ്റെ ഒരു വാല്യൂയിലേക്ക് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ലിസണേഴ്സിനോട് എനിക്ക് പറയാനായിട്ടുള്ള ഇതാണ്, ഡോണ്ട് റഷ്. നമ്മളുടെയൊക്കെ ലൈഫ് എന്ന് പറയണത് ഇപ്പോൾ ഒരു 2x സ്പീഡിലൊക്കെയാണ് ഇപ്പോൾ ഓടുന്നുണ്ടാവുക. നമ്മളിപ്പോൾ വീഡിയോസ് കാണുന്നതായി കഴിഞ്ഞാലും ഒക്കെ 2x സ്പീഡിലാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇപ്പോൾ സ്ക്രോൾ ചെയ്യാനായിട്ട് നമുക്ക് തീരെ ടൈമില്ല. നമ്മൾ ഓക്കെ, ഞാൻ ഇതിനിടയ്ക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ പറയുന്ന ആ ഒരു 1.5 മിനിറ്റ് റീൽ കേട്ടിട്ട് നിങ്ങളാരും ലോങ് ഫോം കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ലോങ് ഫോം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇപ്പോൾ തയ്യാറാവണില്ല. നമ്മളിപ്പോൾ ആരോ പറയണ ആ ഒരു 1.5 മിനിറ്റിൽ ആരോ പറയണ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ 2x സ്പീഡിൽ കാണുന്നു. ഫുഡ് പോലും നമ്മൾക്ക് ഭയങ്കര സ്പീഡിലാണ് ഇപ്പോൾ നമ്മൾ കഴിക്കണേ എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും സ്പീഡ് വേണം. നമ്മൾ ഒരാളെ പരിചയപ്പെട്ടിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കവരെ സോൾമേറ്റാക്കി മാറ്റണം എന്നുള്ളതാണ്. 1 മാസം കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മൾ പറയുന്ന പോലെ കേട്ടിട്ട് നമുക്ക് വേണ്ടിയിട്ട് മാറണം എന്നൊക്കെ നമ്മളിങ്ങനെ വാശി പിടിക്കണോ എന്നുള്ളത്. ഒരു കാര്യം പറയട്ടെ, നല്ല കാര്യങ്ങൾ നടക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് സമയമെടുക്കും എന്നുള്ളതാണ്. ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം അതിൽ പൂവുണ്ടാവുക കാര്യങ്ങളൊന്നും ചെയ്യണില്ലല്ലോ. ലവും അതേപോലെ തന്നെയാണ് എന്നുള്ളതാണ്. അത് പതിയെ അങ്ങോട്ട് വളരണം.
അത് അത് മനസ്സിലാക്കാനായിട്ട് അത്രയും സമയമെടുക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ അവരുടെ ഇഷ്ടങ്ങളായിക്കഴിഞ്ഞാലോ അനിഷ്ടങ്ങളായിക്കഴിഞ്ഞാലോ ഒക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതറിയാനായിട്ട് ശ്രമിക്കണം. ആൻഡ് അത് രണ്ടും മനസ്സിലാവണം. അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ മാത്രമായിരിക്കണം നമ്മുടെ ലൈഫ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. പഴയ റിലേഷൻഷിപ്പൊക്കെ നമ്മൾ ഈ പറഞ്ഞ പുസ്തകങ്ങളിലൂടെയും അല്ലെങ്കിൽ പഴയ സിനിമകളിലൂടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറയുന്ന കേട്ടിട്ടൊക്കെയാണ് അറിവും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ആ ഒരു പഴയ ആ ഒരു റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര കുറേ മാസങ്ങളൊക്കെ കാത്തിരുന്നിട്ടാണ് ഒരാൾ യെസ് പറയണേ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാത്തിരിപ്പിൽ അത്രയും സുഖം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ആർക്കും തന്നെ കാത്തിരിക്കാനായിട്ട് സമയമില്ല എന്നുള്ളതാണ്. നമ്മൾ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് ഒരു 5 മിനിറ്റ് ഒരു മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ വരാനായിട്ട് ഒരു 5 മിനിറ്റ് വൈകിയാൽ പോലും നമ്മളിങ്ങനെ ചോദിക്കും ആരുടെ കൂടെയാണ്, എന്താണ് എന്നിങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് റഷും കാര്യങ്ങളൊക്കെയാണ് എല്ലാത്തിനും. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലല്ലോ ഈ ഒരു ധൃതിയാണ് നമ്മളെ പല റിലേഷൻഷിപ്പും ഇല്ലാണ്ടാക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഈ മാസം ഈ ഒരു ഫെബ്രുവരിയിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. ലവ് ദി മോസ്റ്റ് ആസ് യു യൂസ് ടു. അതായത് ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിലേക്ക്, ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനായിട്ട്, അത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്നേഹം. നീ എനിക്കിത് തന്നാൽ ഞാൻ തിരിച്ച് നിന്നെ സ്നേഹിക്കാം എന്ന് പറയുന്നതിന് മുകളിലായിട്ട് നീ ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കണോ എന്ന് പറയാനായിട്ട് അതിന് പഠിക്കുക. അല്ലെങ്കിൽ അത് നമുക്ക് തോന്നട്ടെ എന്താണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മളുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സമയങ്ങളെ മാറ്റി വയ്ക്കുക. ഫോൺ സൈഡിൽ വെച്ചിട്ട് അവരോട് സംസാരിക്കുക. അവർ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും അത് ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയൊരു കാര്യമാണ് അവരെ കെയർ ചെയ്യുക എന്നുള്ളത്. ഒരു ദിവസം അവർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത്, രാവിലെ എണീറ്റ് അവർ കാണുന്ന സമയത്ത് അവരോട് പറയാണ് നീ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് കാണാനായിട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത്, അവർ കുഞ്ഞു കോംപ്ലിമെൻറ്റിൽ അവരിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അവരുടെ ഹോൾ ഡേ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് അതിന് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് വായിച്ചൊരു കോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. The most underrated act of kindness is simply letting people be. Let them mispronounce a word, talk too much about a show they love, or get excited about something you don't quite understand. Everyone has something that's light them up. Let them shine, even if it's not your thing. എല്ലാവരും സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാവണം എന്നൊന്നുമില്ല. അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് കേൾക്കാനായിട്ട്, അത് മനസ്സിലാക്കാനായിട്ട് നമുക്കും പറ്റട്ടെ. അല്ലെങ്കിൽ അത് അവർ സംസാരിക്കുന്ന സമയത്ത് അത് നമുക്ക് കേൾക്കാനായിട്ട്, അത്ര ഇഷ്ടത്തോടെ കേൾക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഗ്രീൻ ഫ്ലാഗ് എന്നുള്ളത്. ഇനി ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പുള്ള ആൾക്കാരോടാണ് ഇത്രയും സമയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ. നമ്മൾ സിംഗിൾസിനോടായിട്ട്, ഞാൻ അടക്കമുള്ള എന്നെ പോലെയുള്ള സിംഗിൾസിനോടായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഫെബ്രുവരി അത് നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് മാറ്റി വെക്കൂ എന്നുള്ളതാണ്. മറ്റൊരാൾ നമുക്ക് ഫ്ലവേഴ്സൊക്കെ തരാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രപ്പോസ് ചെയ്യാനായിട്ടൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിയിട്ട് നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയാണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മറ്റൊരാൾക്ക് നമ്മളെ സ്നേഹിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഫെബ്രുവരി ഭയങ്കര ചെറുതാണ്, ആകെ 28 ദിവസമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് കേട്ടോ. അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയണത് അതും ഭയങ്കര ചെറുതാണ്. ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ എന്തിനാണ് ഇത്രയും വലിയ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കണേ എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ ഫെയിലിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾ നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യാണ്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. വൺ സൈഡഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളതൊക്കെ അവിടെ മാറ്റി വയ്ക്കുക. നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. പഴയതുപോലെ സ്നേഹിക്കുക എന്ന് പറയുന്ന സമയത്ത് പഴയ ആൾക്കാരെ സ്നേഹിക്കുക എന്നുള്ളതല്ല കേട്ടോ അർത്ഥം. ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിൽ ആ ഒരു കള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ, ആ ഒരു ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ലാതെ, ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള, ആ ഒരു പ്യുവറായിട്ടുള്ള ആ ഒരു ഫോം. ലവ് എന്ന് പറയുന്ന സാധനം അത് ഒരു റേസ് അല്ല.
അത് എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ഈ ഒരു മാസം, ഈ ഒരു ഫെബ്രുവരി എന്ന് പറയണത് ഇത് ഈ പറഞ്ഞ കപ്പിൾസിന് വേണ്ടിയിട്ട് മാത്രമല്ല, അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ നമ്മുടെ പാരൻസിനെ ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സിനെ ആയിക്കോട്ടെ, അതിലേക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മളെയും സ്നേഹിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ വല്ല അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഫെബ്രുവരി നമുക്ക് സമാധാനത്തോടെ തുടങ്ങാം. നമുക്ക് ധൃതിയും കാര്യങ്ങളും ഒന്നും വേണ്ട. നമുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരാൾ നമ്മളെ തേടി തന്നെ വരും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വല്ല അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരാൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കയറി വരികയാണ് എന്നുണ്ടെങ്കിൽ, ആ ആൾക്ക് ഈ ഒരു എപ്പിസോഡ് അയച്ചു കൊടുക്കും. അവർ മനസ്സിലാക്കട്ടെ നിങ്ങളെ എത്രമാത്രം അവർ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ പറയുക, ഓക്കെ എന്നും പറയണില്ല, എനിക്ക് വ്യൂ കിട്ടാനായിട്ടില്ല, എനിക്ക് ലിസ്റ്റേഴ്സിന് കിട്ടാനായിട്ടുള്ള ഒരു വഴിയായിട്ട് മേ ബി അങ്ങനെ ആയിട്ടെടുക്കാം. ഓക്കെ, ഞാൻ വല്ല അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളെ ഫെബ്രുവരി മനോഹരമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഫെബ്രുവരി, ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷസ്, ഹാപ്പി എന്താണ് ഹാപ്പി. ഓക്കെ ഞാൻ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.